എല്ലാവർക്കും നമസ്കാരം. ഗ്രോമാർട്ട് മെർക്കന്റൈൽ എന്ന ഈ മഹത്തായ കമ്പനിയുടെ ഇന്നത്തെ ഈ ട്രെയിനിങ് സെക്ഷനിലേക്ക്, പ്രൊഡക്റ്റ് ട്രെയിനിങ് സെക്ഷനിലേക്ക് അറ്റൻഡ് ചെയ്തിരിക്കുന്ന എല്ലാ മാന്യ വ്യക്തികളെയും ഞാനും എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, നമുക്കറിയാം ഇന്ന് വളരെ വേഗത്തിൽ വിജയിച്ചുകൊണ്ടിരിക്കുന്ന, കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും ഫാസ്റ്റസ്റ്റ് ആയിട്ട് അച്ചീവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രേറ്റ് കമ്പനിയാണ് നമ്മുടെ ഗ്രോമാർട്ട് മെർക്കന്റൈൽ എന്ന MPMS സിസ്റ്റത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള കമ്പനി. മൾട്ടി പോയിന്റ് മെർക്കന്റൈൽ സിസ്റ്റത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു മഹത്തായ കമ്പനിയാണ് നമ്മളുടെ ഗ്രോമാർട്ട് മെർക്കന്റൈൽ. ഓക്കെ, ഈ ഗ്രോമാർട്ട് മെർക്കന്റൈൽ നമുക്ക് 3 കാര്യങ്ങളാണ് നമുക്ക് തരുന്നത് ഹ്യൂമൻ ബീങ്സ്. ഒന്ന് ഹെൽത്ത്, പിന്നെ വെൽത്ത്, 3 ഹാപ്പിനെസ്. ഇത് 3ഉം തരുന്ന ഒരു കമ്പനി തന്നെയാണ് നമ്മുടെ ഗ്രോമാർട്ട്. അതിൽ ഹെൽത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കമ്പനി കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വെൽനസ്. നമുക്കറിയാം ഇന്ന് വെൽനസ് റവല്യൂഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് വേൾഡ് വൈഡ് ആയിട്ട്. എന്താ കാരണം? ഇന്ന് സത്യം പറഞ്ഞ അല്ലെ, ഒരുവിധം എല്ലാവർക്കും തന്നെ എന്ന് പറയാം എന്തെങ്കിലും തരത്തിലുള്ള അസുഖം ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. അപ്പൊ ഇതിന് ഒരു എന്താ പറയാ, ഒരു പ്രിക്കോഷൻ എന്ന രീതിയിൽ തന്നെയാണ് നമ്മുടെ ഗ്രോമാർട്ട് കമ്പനി ഇന്ന് വെൽനെസ്സിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുള്ളത്. ആ വെൽനെസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 4 പ്രധാനപ്പെട്ട ഉൽപ്പന്നത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അതിനു മുന്നോടി ഞാൻ ആ സ്ലൈഡ് ഒന്ന് ഇടാം, എന്നിട്ട് നമുക്ക് സ്ലൈഡിലൂടെ നമുക്ക് ഷെയർ ചെയ്യാം. ഓക്കെ, കാര്യം എല്ലാവർക്കും ആ സ്ക്രീൻ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഗ്രോമാർട്ട് കമ്പനി ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് ഹെൽത്തിനും വെൽനെസ്സിനാണ്, ഹെൽത്ത് ആൻഡ് വെൽനെസ്സിനാണ്. ഓക്കെ, എന്താ കാരണം? നമുക്കറിയാം നമ്മളിന്ന് ജീവിച്ചിരിക്കുന്നത് ചുറ്റുപാട് ടോക്സിക് ഏജിൽ അല്ലെ നമ്മൾ ജീവിച്ചിരിക്കുന്നത്. ഇന്ന് നമ്മൾ കുടിക്കുന്ന വെള്ളം, ശ്വസിക്കുന്ന വായു, കഴിക്കുന്ന ഭക്ഷണം എല്ലാം തന്നെ ഇന്ന് മലിനമാണ് നമുക്കറിയാം. അതിനോട് തന്നെ ഒട്ടനവധി ടോക്സിൻസ് നമ്മുടെ ശരീരത്തിലേക്ക് അടിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള അസുഖം വന്നാൽ നമ്മൾ മരുന്ന് കഴിക്കുമ്പോൾ അതിനും കുറെ സൈഡ് എഫക്റ്റ് വരുന്നുണ്ട് നമുക്കറിയാം. മൊത്തത്തിൽ നമ്മുടെ ശരീരത്തിന് ഈ ടോക്സിനൊക്കെ റിമൂവ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. എന്നാൽ ഈ സമീപകാലത്ത് നമുക്കറിയാം ശരീരത്തിന് നിയന്ത്രിക്കാൻ പറ്റുന്നതിലധികം, അല്ലെങ്കിൽ ശരീരത്തിന് റിമൂവ് ചെയ്യാൻ പറ്റുന്നതിലും അധികം വിഷാംശങ്ങൾ അല്ലെങ്കിൽ ടോക്സിൻസ് ആണ് നമ്മുടെ ശരീരത്തിലേക്ക് അടിഞ്ഞു കൊടുക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിനെ നമുക്ക് നിർമ്മാർജ്ജനം ചെയ്ത് നമ്മുടെ ശരീരത്തെ പൂർണ്ണ ആരോഗ്യത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ വെൽനസ് കാറ്റഗറിയിലുള്ള ഉൽപ്പന്നങ്ങൾ കൂടി നമ്മൾ ഉപയോഗിച്ചേ തീരൂ. അതാണെന്ന് ലോകത്തിൽ മൊത്തം വെൽനസ് റവല്യൂഷൻ നടക്കുന്നത്. ഇനി അതിലൂടെ നമുക്ക് 100% നമുക്ക് ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റുള്ളൂ. ആ വെൽനസ്സിൽ പറ്റിയ 4 ഉൽപ്പന്നങ്ങളെ കുറിച്ച് നമുക്കൊന്ന് പരിചയപ്പെടാം. ഓക്കെ, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഉൽപ്പന്നം CMFRIയുടെ ഉൽപ്പന്നങ്ങളാണ്. CMFRI നമ്മൾ എല്ലാവരും കേട്ട് കാണും അല്ലേ? CMFRI സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇന്ന് ഇന്ത്യയിലെ പ്രമുഖ മത്സ്യ ഗവേഷണ കേന്ദ്രമാണ്. ഇതിനെ കുറിച്ച് ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഞാൻ ഒരു വീഡിയോ ഇട്ടായിരുന്നു, നമ്മളിത് കണ്ടാണ്. ഇത് കൊച്ചിയിലാണ് നമ്മുടെ ആസ്ഥാനം കേട്ടോ. സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് വെച്ച് കൊച്ചിയിലാണ് ഇന്ത്യയുടെ ആസ്ഥാനം വരുന്നത്. വിഴിഞ്ഞത്തും വിശാഖപട്ടണം അങ്ങനെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നമ്മുടെ മറ്റേ ബ്രാഞ്ചുകളും എല്ലാം ഉണ്ട്. പക്ഷെ ഏറ്റവും ഹെഡ് ഓഫീസ് വരുന്നത് നമ്മുടെ കൊച്ചിയിലാണ്. ആ CMFRIയുടെ കൊച്ചിയിലുള്ള ഹെഡ് ഓഫീസാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇവിടെ ഇന്ത്യൻ സെൻട്രൽ ഗവൺമെന്റിന്റെ കഴിവുറ്റ ഡോക്ടേഴ്സ്, സയന്റിസ്റ്റുകൾ സമുദ്ര ഉൽപ്പന്നങ്ങൾ, അതായത് കടൽപ്പായലുകൾ, സമുദ്ര ഉൽപ്പന്നങ്ങളിൽ നിന്നും ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ഹെൽത്തിന് ഉതകുന്ന നിരവധി പ്രോഡക്റ്റുകൾ നമ്മുടെ CMFRI നമ്മുടെ മുന്നിൽ കാഴ്ചവെച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട പ്രൊഡക്റ്റുകളാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഞാൻ പല പ്രാവശ്യം ഈ CMFRIയിലൊക്കെ ഞാൻ പോയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ CMFRI എന്ന ഒന്നുകൂടി നമുക്ക് നോക്കാം. 1947 ഫെബ്രുവരി 3 കേന്ദ്ര കൃഷി കർഷക ക്ഷേമ മന്ത്രാലയത്തിന്റെ കീഴിൽ കേന്ദ്ര സമുദ്ര മത്സ്യബന്ധന ഗവേഷണ സ്ഥാപനം, അതായത് CMFRI സ്ഥാപിതമായി.
പിന്നീട് 1967 ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച്, അതായത് ICAR എന്ന് പറയും, കുടുംബത്തിൽ ചേരുകയും ലോകത്തിലെ തന്നെ പ്രമുഖ സമുദ്ര മത്സ്യബന്ധന ഗവേഷണ സ്ഥാപനമായിട്ട് മാറുകയും ചെയ്തു. അത്രയ്ക്കും ഫേമസ് ആയിട്ടുള്ള CMFRയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ ഗ്രോമാർട്ടിലൂടെ നമ്മുടെ ആരോഗ്യം കറക്റ്റ് ആക്കാൻ വേണ്ടി നമ്മുടെ കയ്യിലേക്ക് എത്തിയിരിക്കുന്നത്. നമുക്ക് ഗ്രോമാർട്ടിനോട് ബിഗ് സല്യൂട്ട് പറയാം. ഇത്രയും നല്ല ഇന്ന് 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ ഇന്ത്യയുടെ പല ഭാഗത്തും ഉപയോഗിച്ച് റിസൾട്ട് നേടിക്കൊണ്ടിരിക്കുന്ന ഫേമസ് ഉൽപ്പന്നങ്ങളാണ് ഗ്രോമാർട്ടിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ, അതിൽ പ്രധാനപ്പെട്ട ഒരു പ്രൊഡക്റ്റ് ആണ് O2 ഗ്രോ എന്ന് പറയും. O2 ഗ്രോ എന്ന പേരിൽ തന്നെയുണ്ട് നമുക്ക്, അല്ലെ? O2 ഗ്രോ എന്ന് പറഞ്ഞാൽ എന്നാൽ ഓക്സിജൻ, ശരിയല്ലേ? 2 ഓക്സിജൻ 1 ഹൈഡ്രോജൻ, അല്ലെ? അങ്ങനെയല്ലേ പറയാ, O2 ഗ്രോ. ഓക്കെ, ഈ O2 ഗ്രോ ഓക്സിജൻ സപ്ലൈ നമ്മുടെ ശരീരത്തിൽ കറക്റ്റ് ആയിട്ട് പെനട്രേറ്റ് ചെയ്യുന്ന ഒരു ഉൽപ്പന്നമാണ് O2 ഗ്രോ. ഇതിലെവിടെ നമ്മുടെ ചിത്രത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്, അല്ലെ? ഫൈറ്റ് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് വിത്ത് ദി പവർ ഓഫ് ഓക്സിജൻ വിത്തൗട്ട് ഓക്സിഡേറ്റീവ് സ്ട്രെസ്. ഓക്സിഡേറ്റീവ് സ്ട്രെസ് നമ്മുടെ ശരീരത്തിൽ വന്നാൽ, നമ്മളിൽ വന്നാൽ പിന്നെ നമുക്ക്, അല്ലെ, നമ്മുടെ പല അവയവങ്ങൾക്കും കംപ്ലൈൻസ് വരും. അപ്പൊ അതിനെ ഒഴിവാക്കാൻ വേണ്ടി, അതിനെ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ CMFRI ഗ്രോമാർട്ടിലൂടെ നമ്മുടെ കയ്യിൽ എത്തിക്കുന്നത്. ഓക്കെ, ഇതിൽ അപ്പുറത്ത് എഴുതിയിട്ടുണ്ട്, കണ്ടില്ലേ? അതായത് സ്ട്രെങ്തൻ ബോഡി ഇമ്മ്യൂണിറ്റി, അതുപോലെ ബൂസ്റ്റ് എനർജി, ആന്റി ഓക്സിഡന്റ്, ബെറ്റർ സ്കിൻ ഹെൽത്ത്, ഇതെല്ലാം നമുക്ക് ഈ ഉൽപ്പന്നത്തിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, നോക്കൂ, എന്തുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്നൊരു അവസ്ഥ വരുന്നത്? ഓക്സിഡേറ്റീവ് സ്ട്രെസ് പല അവയവങ്ങളെയും മാരകമായിട്ട് ബാധിക്കാറുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ജീവിതശൈലി തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മൾ കഴിക്കുന്ന ഫുഡിലെ പ്രശ്നങ്ങൾ, അത് വലിയൊരു ഡേഞ്ചറസ് കാര്യങ്ങൾ തന്നെയാണ്. ഒന്ന് നോക്ക്, ഫ്രൈഡ് ഫുഡ്സ് നമ്മൾ കഴിക്കാറുണ്ടല്ലേ? ഫ്രൈഡ് ആക്കിയുള്ള ബർഗർ, അല്ലെ, ഫ്രൈഡ് മറ്റേ ടൊമാറ്റോ, അങ്ങനെ കുറെ ഐറ്റംസ് കഴിക്കാറുണ്ട്. അതുപോലെ തന്നെ എയർ പൊല്യൂഷൻ നമ്മുടെ ശരീരത്തിൽ ഫ്രീ റാഡിക്കൽസ് കൂടാൻ പ്രധാനപ്പെട്ട കാരണങ്ങൾ തന്നെയാണ്. ഓക്സിഡേറ്റീവ് സ്ട്രെസ് വരാൻ പ്രധാനപ്പെട്ട കാരണം സെല്ലുകളുടെ നശീകരണമാണ്. ഫ്രീ റാഡിക്കൽസ് എന്ന് പറയും. അതായത് നമുക്കറിയാം, സെല്ലുകൾക്ക് ഒരു ഘടനയുണ്ട്, അല്ലെ? അതിൽ ന്യൂക്ലിയസ് ഉണ്ട്, സെൽ മെമ്പറൈനുള്ളിൽ ന്യൂക്ലിയസ്, പ്രോട്ടോപ്ലാസം, അങ്ങനെ കുറെ സെക്ഷൻ ഉണ്ട്. അതില് ഇലക്ട്രോൺ, ന്യൂട്രോൺ, പ്രോട്ടോൺ എന്ന് പറയുന്ന കുറെ സെക്ഷൻ ഒക്കെ ഉണ്ട്. അപ്പൊ ഇലക്ട്രോൺ ഒരു ജോഡിയാണ്. അത് ജോഡി ആവാത്തൊരവസ്ഥ, ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെടാം. അങ്ങനെ നമ്മുടെ മറ്റുള്ള, ഇപ്പൊ നമുക്കറിയാം, എക്സാമ്പിള് ഒരു ഓർഗൻ, ലിവറോ കിഡ്നിയോ ഹാർട്ട് എന്തായിക്കോട്ടെ, കോടാനുകോടി കോശങ്ങൾ കൊണ്ട് നിർമ്മിതമാണ്. എല്ലാ കോശങ്ങളും പരസ്പരം കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ആ കമ്മ്യൂണിക്കേഷനിലൂടെയാണ് ആ ഒരു ഓർഗൻ പ്രവർത്തിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ ചില കോശങ്ങൾക്ക് ഈ കമ്മ്യൂണിക്കേഷൻ നഷ്ടപ്പെടുകയാണ്, അതായത് ഫ്രീ റാഡിക്കൽസ് ആയി മാറുന്ന ഒരു അവസ്ഥ. അതിൽ പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്രൈഡ് ഫുഡ്സ്, എയർ പൊല്യൂഷൻ, സ്മോക്കിംഗ് വലിയൊരു പ്രശ്നമാണ്. നമ്മുടെ ശരീരത്തിൽ സെല്ലുകൾ നശിക്കാനും ഫ്രീ റാഡിക്കൽസ് ഉണ്ടാവാനും പ്രധാനപ്പെട്ട ഒരു കാരണം. അതുപോലെ തന്നെ ആൽക്കഹോള്, മദ്യപാനം, അമിത മദ്യപാനം ഒരു പ്രശ്നം തന്നെയാണ്. പിന്നെ ഈ പെസ്റ്റിസൈഡ്സ്, കാർഷിക മേഖലയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് വരുന്ന പ്രശ്നങ്ങൾ, അതായത് കീടനാശിനികളൊക്കെ അമിതമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് വരുന്ന പ്രശ്നങ്ങൾ, ഇങ്ങനെ പ്രധാനപ്പെട്ട കുറെ കാരണങ്ങളുണ്ട് നമ്മുടെ ശരീരത്തില് ഫ്രീ റാഡിക്കൽസ് കൂടാൻ. ഓക്കെ, അങ്ങനെ ഫ്രീ റാഡിക്കൽസ് കൂടിയാൽ നമ്മുടെ ഇമ്മ്യൂണിറ്റിനെ ബാധിക്കും, ആന്റി ഓക്സിഡന്റ് കപ്പാസിറ്റി കുറയും, നമ്മളുടെ ശരീരത്തിൽ ഫ്രീ റാഡിക്കൽസ് കൂടുന്നു, ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്നൊരു പ്രശ്നത്തിന് നമ്മൾ കാരണക്കാരാവുകയാണ്. ഓക്സിഡേറ്റീവ് സ്ട്രെസ്. ഓക്കെ, ഇത് ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ബാധിക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും നോക്കൂ, ആന്റി ഓക്സിഡന്റ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഇമ്മ്യൂണിറ്റി പവർ കൂടും. ആന്റി ഓക്സിഡന്റ് വേണം. നല്ല ആന്റി ഓക്സിഡന്റ് നമ്മുടെ കഴിക്കുന്ന ഭക്ഷണത്തിലൊക്കെ ആന്റി ഓക്സിഡന്റ് ഉണ്ട്. വിറ്റാമിൻ എയും സിയും ഇതൊക്കെ ആന്റി ഓക്സിഡന്റ് വിഭാഗത്തിൽ പെടുന്നതാണ്. അപ്പൊ അത് കിട്ടുന്ന ഭക്ഷണം നമ്മൾ ഉദാഹരണം കഴിച്ചാൽ നമ്മുടെ ശരീരത്തിൽ ആന്റി ഓക്സിഡന്റ് വരും. പക്ഷേ ഈ ആന്റി ഓക്സിഡന്റ് നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു പോകുമ്പോഴാണ് ഫ്രീ റാഡിക്കൽസിനെ ഒതുക്കി നിർത്താൻ പറ്റാത്തൊരവസ്ഥ വരും. അങ്ങനെ നമ്മുടെ ശരീരത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ വന്നു തുടങ്ങും. ഓക്കെ, അപ്പൊ ആന്റി ഓക്സിഡന്റ് ഉണ്ടെങ്കിൽ ഇമ്മ്യൂണിറ്റി പവർ കൂടും, രോഗപ്രതിരോധ ശേഷി
കൂടും. രോഗപ്രതിരോധ ശേഷി ഇപ്പൊ WBS കേട്ടില്ലേ, വൈറ്റ് ബ്ലഡ് സെല്ല്, അതൊക്കെ നമ്മുടെ ശരീരത്തിൽ കറക്റ്റ് ആവും. അപ്പോൾ ശരീരത്തിലുള്ള ഫ്രീ റാഡിക്കൽസിനെ മെൽറ്റ് ചെയ്ത് പുറന്തള്ളാൻ നമ്മുടെ ശരീരത്തിന് സാധിക്കും. ഓക്കെ, അപ്പൊ അത്തരത്തില് ഹെവി ആന്റി ഓക്സിഡന്റ് അടങ്ങിയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് നമ്മുടെ ഈ O2 ഗ്രോ എന്നുള്ള പ്രോഡക്റ്റ്. നോക്കൂ, ഓക്സിഡേറ്റീവ് സ്ട്രെസ് നമ്മുടെ ശരീരത്തിൽ വന്നു കഴിഞ്ഞാൽ ഒട്ടനവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും ഞാൻ പറഞ്ഞു. അതിൽ പ്രധാനപ്പെട്ട നമ്മുടെ കണ്ടില്ലേ, ചർമ്മത്തിന് വലിയ പ്രശ്നം വരും, ചർമ്മത്തിൽ വലിയൊരു പ്രശ്നം വരും. അതുപോലെ തന്നെ നമ്മുടെ മറ്റേ ബ്രെയിൻ ഫങ്ഷൻ വളരെയധികം ഡാമേജ് ആയി മാറും. ട്രോമ, അതുപോലെ ന്യൂറോടോക്സിൻസ്, സ്ട്രോക്ക്, പാർക്കിൻസൺസ്, മറവി രോഗം. സ്ട്രോക്ക് നമുക്കറിയാം, 2 തരത്തിൽ സ്ട്രോക്ക് നമുക്ക് വരാറുണ്ട്. ഇസ്ലീമിക് ഹെമറാജിക്ക് 2 സ്ട്രോക്ക്, അതായത് തലച്ചോറിലെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഞരമ്പുകൾ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ മറുഭാഗത്തേക്ക് ആ ഞരമ്പുകളുടെ ഉള്ളിലൂടെയുള്ള പോഷകങ്ങൾ പോകുന്നില്ല, ഓക്സിജൻ പോകുന്നില്ല, ആ ഭാഗത്തെ കോശങ്ങൾ നശിച്ച് നമ്മൾ ആ ഭാഗത്ത് തളർന്നു പോകുന്ന ഒരു അവസ്ഥ. സ്ട്രോക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ അൾഷിമേഴ്സ് പറഞ്ഞാൽ നാഡി കോശങ്ങൾക്ക് വരുന്ന ഡാമേജ് ആണ്, ന്യൂറോൺ കോശങ്ങൾക്ക് വരുന്ന പ്രശ്നങ്ങൾ, ബ്രെയിൻ ഫങ്ഷൻ കറക്റ്റ് ആവാതെ വരുമ്പോൾ നമുക്ക് മറവി രോഗം വരുന്നു. അങ്ങനെ കുറെ ബ്രെയിൻ ഫങ്ഷൻ അവതാളത്തിലാവുന്ന ഒരു അവസ്ഥ വരും. അതുപോലെ തന്നെ നമുക്ക് ഹാർട്ടിന് പ്രശ്നം വരും, ഹാർട്ടിന് പ്രശ്നം വരുന്നുണ്ട്, ലങ്സിന് പ്രശ്നം വരുന്നുണ്ട്, അതുപോലെ തന്നെ ചർമ്മത്തിന് പ്രശ്നം വരുന്നുണ്ട്, കണ്ണുകൾക്ക് കാഴ്ച ബ്ലർ ആവുന്ന ഒരു അവസ്ഥ. അതുപോലെ തന്നെ ഗട്ട് ഹെൽത്ത്, നമ്മുടെ കുടൽ ഫങ്ഷൻ കറക്റ്റ് ആവാത്തൊരവസ്ഥ, കുടൽ ഫങ്ഷൻ കറക്റ്റ് ആയി വരുന്നില്ല, മലബന്ധം വരുന്നു, ശോധന പ്രശ്നങ്ങൾ വരുന്നു. അങ്ങനെ ഒട്ടനവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ് മൂലം നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അതുപോലെ റുമാറ്റോയ്ഡ് ആർത്രൈറ്റിസ്, സന്ധിവാതം, ജോയിന്റുകളിൽ വേദന, ഇതെല്ലാം നമ്മൾ അനുഭവപ്പെടും. ഞരമ്പില് ഫ്ലെക്സിബിലിറ്റി മറ്റേ പോയി ബ്ലഡ് ഫ്ലോ കറക്റ്റ് ആവാത്തൊരവസ്ഥ, അങ്ങനെയുള്ള ബ്ലഡ് മറ്റേ ബ്ലോക്ക് ആകുന്ന അവസ്ഥ. ഇതിനെങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഇതിലൂടെ നമുക്ക് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതിനെല്ലാത്തിനും ഒരൊറ്റ പരിഹാരമേ ഉള്ളൂ. ആ ഒരു പരിഹാരമാണ് നമ്മുടെ ഗ്രോമാർട്ട് കമ്പനി നമ്മുടെ മുന്നിൽ വെച്ചിട്ടുള്ള O2 ഗ്രോ. ഇത് ശരീരത്തിലെ ഓക്സിജൻ സപ്ലൈ സുഗമമാക്കാൻ സഹായിക്കുന്നു. അതുപോലെ ശ്വാസകോശം ശക്തിപ്പെടുത്തും. വിറ്റാമിൻസും മിനറൽസും ആന്റി ഓക്സിഡന്റും എല്ലാം ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഈ O2 ഗ്രോയിൽ. ഓക്കെ, അതുപോലെ തന്നെ ഫ്രീ റാഡിക്കളെ പുറന്തള്ളാൻ സഹായിക്കും, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഓക്സിഡേറ്റീവ് സ്ട്രെസ് അതുകൊണ്ട് കുറയ്ക്കാൻ പറ്റുന്നു. ചർമ്മത്തിന് സംരക്ഷണം നൽകി ചർമ്മകാന്തി വർദ്ധിപ്പിക്കുന്നു, നല്ല സ്കിൻ ബ്യൂട്ടി ആക്കാൻ നമുക്ക് പറ്റും. ശരീരത്തിലെ എനർജി ലെവൽ വർദ്ധിപ്പിക്കുന്നു. ഇത്തരത്തിൽ ഒട്ടനവധി ആരോഗ്യ ഗുണങ്ങളൊരു സൂപ്പർ പ്രോഡക്റ്റ് ആണ് നമ്മുടെ O2 ഗ്രോ. ഇത് നമ്മളെല്ലാവരും കഴിച്ചിരിക്കേണ്ട ഒരു പ്രോഡക്റ്റ് ആണ്. ഇത് കഴിക്കേണ്ട രീതി ഇത്രേ ഉള്ളൂ. ഇത് സോഫ്റ്റ് ജെൽ ക്യാപ്സൂൾ ആണ് കേട്ടോ, സോഫ്റ്റ് ജെൽ ക്യാപ്സൂൾ ആണ്. 2 എണ്ണം ഡെയിലി നമ്മൾ ഭക്ഷണത്തിന് 1 മണിക്കൂറിന് ശേഷം കഴിക്കുക, ആഫ്റ്റർ ഫുഡ്. ഓക്കെ, ഒരുമിച്ച് 2 എണ്ണം കഴിക്കുകയാണെങ്കിൽ രാവിലെയും വൈകുന്നേരം ഓരോന്നായിട്ടും കഴിച്ചാലും മതി. ഓക്കെ, അത്തരത്തിലുള്ള സൂപ്പർ പ്രോഡക്റ്റ് ആണ് O2 ഗ്രോ. അടുത്തൊരു പ്രധാനപ്പെട്ട പ്രോഡക്റ്റ് നമുക്ക് പരിചയപ്പെടാം. അതിന്റെ പേര് ടെൻഷൻ റിലീഫ് എന്നാണ്. ടെൻഷൻ റിലീഫ്. ഓക്കെ, ഇത് ഒരു പ്രധാനപ്പെട്ട പ്രോഡക്റ്റ് തന്നെയാണ്. അവിടെ എഴുതിയിട്ടുണ്ട് ഡെവലപ്ഡ് ഫ്രം 100% നാച്ചുറൽ മറൈൻ സീവീഡ്, കടൽ പായലുകളിൽ നിന്ന് എടുത്തതാണ്. താഴെ എഴുതിയിട്ടുണ്ട് റിസർച്ച്ഡ് ആൻഡ് ഡെവലപ്ഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ് സയന്റിസ്റ്റുകൾ. ഇത് എടുക്കുന്നത് ആന്റി ഹൈപ്പർ ടെൻസീവ് എക്സ്ട്രാക്ട്, അതായത് AHE എന്ന് പറയും, കടൽ പായലുകളാണ്. പലതരം കടൽ പായലുകൾ നമ്മുടെ കടത്തട്ടിലുണ്ട്. നമ്മുടെ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് അത് കളക്ട് ചെയ്ത് ഇന്ത്യയിലെ സെൻട്രൽ ഗവൺമെന്റ് CMFRയിലെ പ്രമുഖ ഡോക്ടേഴ്സ്, സയന്റിസ്റ്റുകൾ വികസിപ്പിച്ചെടുത്ത പ്രോഡക്റ്റ് ആണിത്. ഇത് നമ്മുടെ ചിത്രത്തിൽ കാണുന്നുണ്ടല്ലേ, ഡോക്ടർ ട്രിലോച്ചൻ മൊഹപത്ര, അത് അദ്ദേഹം സെക്രട്ടറി, അങ്ങനെ ഒട്ടനവധി വലിയ വലിയ നേതൃസ്ഥാനം ഇരിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹമാണ് ഈ നമ്മുടെ ഈ ഹൈപ്പർ ടെൻസീവ് എക്സ്ട്രാക്ട്, അതായത് ടെൻഷൻ റിലീഫ് പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്തെടുത്തത്. കടൽ മീൻ ആന്റി ഹൈപ്പർ ടെൻസീവ് എക്സ്ട്രാക്ട് ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രോഡക്റ്റ് ആണ്, ഡെവലപ്ഡ് ബൈ നമ്മുടെ CMFRI മുഖേന എടുത്തിട്ടാണ്. 2015 കാലഘട്ടത്തിലാണ് ഇത് നിർമ്മിച്ചു വരുന്നത്. അത് റിലീസ് ചെയ്യുന്ന ഫോട്ടോയാണ് നിങ്ങൾ കണ്ടത്. ഓക്കെ, ഇനി ടെൻഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ടെൻഷൻ വരുന്നത് നമുക്കറിയാം അല്ലെ. ഒരുവിധം ആൾക്കാരെല്ലാവരും മാനസിക പിരിമുറുക്കം, ഹൈപ്പർ ടെൻഷൻ, ബി പിയുടെ പ്രശ്നം അല്ലെ, ഹൈ BP ഉള്ള ആൾക്കാർ, അങ്ങനെ കുറെ ആൾക്കാരുണ്ട്.
ശരിക്കും അതിൽ മെയിൻ ആയിട്ട് സ്ട്രെസ് വരാൻ കാരണം നമുക്ക് ജീവിത പ്രശ്നം തന്നെയാണ് അല്ലെ. നമുക്ക് ചില പല പല പ്രശ്നങ്ങൾ ജീവിതത്തിൽ അഭിമുഖീകരിക്കുമ്പോൾ നമുക്ക് ഈ ടെൻഷൻ വരുന്ന സമയത്ത് നമ്മുടെ ശരീരത്തില് അഡ്രിനൽ ഗ്രന്ഥി ഉണ്ട്. അഡ്രിനൽ ഗ്രന്ഥി എന്ന് പറഞ്ഞാൽ നമ്മുടെ കിഡ്നിയുടെ തൊട്ടിരിക്കുന്ന ഒരു ഗ്രന്ഥിയാണ് അഡ്രിനൽ ഗ്രന്ഥി. ഈ ഗ്രന്ഥിക്ക് അതായത് ഈ അഡ്രിനൽ ഗ്രന്ഥി ഒരു ഹോർമോൺ പുറപ്പെടുവിക്കുന്നുണ്ട്. അത് കോർട്ടിസോൾ എന്ന് പറയും. കോർട്ടിസോൾ. നമ്മൾ ഓവർ ടെൻഷൻ അടിക്കുന്ന ഇപ്പൊ നമ്മൾ സാമ്പത്തിക പ്രശ്നം വന്നാലും ഫാമിലി പ്രോബ്ലംസ് വന്നാല് ജോലി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ സ്ട്രെസ് ഒക്കെ നമ്മൾ അനുഭവിക്കാറുണ്ട് അല്ലെ. ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾക്ക് ചിലപ്പോൾ ഡാമേജ് സംഭവിക്കാം. ഇപ്പൊ നമ്മൾ ടെൻഷനായി മുടി കൊഴിച്ചിൽ വരുന്നു, BP കൂടുന്നു, ഷുഗർ കൂടുന്നു, ഒട്ടനവധി ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്നു. ശരിയല്ലേ? മനസ്സും ശരീരവും തമ്മിലൊരു അപാതമായിട്ട് ബന്ധമുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. അപ്പൊ ഈ സമയത്ത് ശരീരത്തിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നിർമ്മിക്കുന്ന അഡ്രിനൽ ഗ്രന്ഥി നിർമ്മിക്കുന്ന ഒരു ഹോർമോണാണ് കോർട്ടിസോൾ ഹോർമോൺ. ഇതിന് വേരിയേഷൻ വരുന്ന ഒരു അവസ്ഥ വരും. ഒട്ടനവധി ഹോർമോൺ ഇൻബാലൻസിങ് എന്ന് വരുന്ന സമയം നമുക്ക് ഓവർ ടെൻഷൻ കൂടുന്നു, സ്ട്രെസ് വരുന്നു, അങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ വരും. അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഒട്ടനവധി ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അതാണ് ആ ചിത്രത്തിൽ കാണിക്കുന്നുണ്ടല്ലേ. ഓക്കെ, അതിൽ ട്രബിൾ കോൺസെൻട്രേറ്റീവ്, നമുക്ക് ശരിക്ക് ശ്രദ്ധ കുറവ്, ഒന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാത്ത അവസ്ഥ, ക്ഷീണം കൂടുന്നു, അതുപോലെ തന്നെ ടെൻഷൻ കൂടി കഴിഞ്ഞാൽ നമ്മുടെ പല്ലൊക്കെ പൊട്ടിപ്പോകുന്ന ഒരു അവസ്ഥ, മസിൽ പെയിൻ വരും, മസിൽ ടെൻഷൻ വരും, മസിൽ നമുക്ക് ഇറിറ്റേഷൻ വന്ന് മസിൽ പെയിൻ വരുന്നു, സ്കിൻ ഇറിറ്റേഷൻ, ചർമ്മത്തിൽ വരുന്ന പ്രശ്നങ്ങള്, സെക്സ് ഡ്രൈവ്, ലൈംഗിക ശേഷി കുറയുന്ന ഒരു അവസ്ഥ, ഫാറ്റിക് പറഞ്ഞ അമിത ക്ഷീണം, സ്റ്റൊമക് പ്രോബ്ലംസ്, അതായത് നമ്മുടെ ഡൈജഷൻ പ്രോബ്ലം വരുന്നു, നെഞ്ചരിച്ചിൽ പുളിച്ചിട്ടുള്ള പോലെ പ്രോബ്ലം വരുന്നു, വിശപ്പിന് വേരിയേഷൻ വരുന്നു, അതുപോലെ തന്നെ ഉത്കണ്ഠ വരുന്നു, ഇങ്ങനെ തലവേദന വരുന്നു. ഇങ്ങനെ കുറെ ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മുടെ ശരീരത്തിൽ ടെൻഷൻ കൂടിക്കഴിഞ്ഞാൽ വരും. അതുപോലെ തന്നെ ആണ് BP കാര്യം അല്ലെ, ബ്ലഡ് പ്രഷർ. ടെൻഷൻ കൂടിക്കഴിഞ്ഞാൽ ബ്ലഡ് പ്രഷർ കൂടും. നമുക്കറിയാം നമ്മുടെ ശരീരത്തിലെ ഹൃദയമാണ്, ഹൃദയത്തിലെ ആർട്ടറീസിലൂടെ അതായത് ധമനികളിലൂടെയാണ് നല്ല രക്തം എല്ലാ ശരീരഭാഗങ്ങളിലും എത്തിക്കുന്നത്. അതിനൊരു പമ്പിങ് കൊടുക്കുന്നുണ്ട്. പേസ് മേക്കർ വിത്ത് ഇപ്പൊ പ്രൊട്ടക്റ്റീവിലൊരു പമ്പിങ് നമ്മുടെ ഹൃദയം ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ കാലിന്റെ അറ്റം വരെ, ഹൃദയത്തിന് എത്രയോ അകലെയാണ് കാലിന്റെ അറ്റം, അവിടേക്ക് കറക്റ്റായിട്ട് ബ്ലഡ് പമ്പിങ് കറക്റ്റ് ആവണം. ഏറ്റവും ചെറിയ ഞരമ്പുള്ള കണ്ണിലേക്ക് അടക്കം ബ്ലഡ് കറക്റ്റ് എത്തണം. ആ ബ്ലഡ് കറക്റ്റ് ഫ്ലോ കറക്റ്റായാലേ അതിലൂടെ നമുക്ക് ഓക്സിജൻ, ഫുഡ്, വെള്ളം എല്ലാം എല്ലാ കോശങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. അതിലൊരു വേരിയേഷൻ വരുന്ന ഒരു സിസ്റ്റം, അതാണല്ലോ BP. അതായത് രക്തത്തിൽ എന്തെങ്കിലും പ്രശ്നം വരികയോ ഓവർ സ്ട്രെസ് വരുമ്പോൾ നമുക്ക് ബ്ലഡ് ഫ്ലോ കറക്റ്റ് ആവുന്ന സമയത്ത് ഹൃദയം ഓവർ പ്രഷർ കൊടുക്കുന്ന ഒരു അവസ്ഥ. ഓക്കെ, എന്നാലും എല്ലാ ഭാഗത്തും ഇത് എത്തുകയുള്ളൂ. ഇങ്ങനെ വരുമ്പോൾ നമുക്കറിയാം നോർമൽ BP എന്ന് പറഞ്ഞാൽ 120, 80 to 120 ആണ് അല്ലെ. നമുക്ക് നോക്കാം, സ്പീക്ക് മാനേജർ ഉപയോഗിച്ചിട്ട് നമ്മൾ നോക്കാറുണ്ട് അല്ലെ. അതായത് 80 to 120 വരണം. എന്നാൽ നമുക്ക് ഒരു 120, 129, 80 to 130 വരെ വന്നാലും വലിയ പ്രശ്നമല്ല. പക്ഷെ 130, 130, 39, 80, 89 ഒക്കെ ആയിക്കഴിഞ്ഞാൽ പ്രഷർ കൂടി എന്ന് പറയാം. അങ്ങനെ 140, 90 മുകളിൽ കഴിഞ്ഞാൽ ഹൈ ബ്ലഡ് പ്രഷർ ഒക്കെ വരുന്നു, പ്രശ്നങ്ങൾ വരുന്നു. ശരിയല്ലേ? ഇതിന് അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഞരമ്പുകളിൽ പ്രശ്നം വരുന്നുണ്ട്. കണ്ടില്ലേ ഞരമ്പുകളില് ഇപ്പൊ ബ്ലഡ് ഫ്ലോ കറക്റ്റ് ആയില്ലെങ്കിൽ ആ ഞരമ്പിന് കണ്ടില്ലേ ബ്ലഡ് ഫ്ലോ കറക്റ്റ് ആവുന്നില്ല. പ്ലേഗ് പറഞ്ഞൊരു സിസ്റ്റം ചിലപ്പോൾ വരാം, ബ്ലോക്ക് വരാം. അങ്ങനെ ഒട്ടനവധി ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും. ഓക്കെ, ഇങ്ങനെ കുറെ പ്രശ്നങ്ങൾ നമ്മുടെ ആരോഗ്യത്തിന് വരും. അപ്പൊ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ, അപ്പൊ നമ്മുടെ സ്ട്രെസ് കുറയ്ക്കാനും ടെൻഷൻ കുറയ്ക്കാനും ഓവർ ടെൻഷൻ അതായത് BP കൺട്രോൾ ചെയ്യാനും ഒക്കെയുള്ള ഒരു സൂപ്പർ പ്രോഡക്റ്റ് ആണ് നമ്മുടെ ടെൻഷൻ റിലീഫ്. ഓക്കെ, ഇത് നിർമ്മിച്ചിട്ടുള്ളത് നിർമ്മിച്ചിട്ടുള്ള കടൽ പായലുകളിൽ നിന്നും എടുത്തിട്ടുള്ള ആന്റി ഹൈപ്പർ ടെൻസീവ് എക്സ്ട്രാക്ട് ഞാൻ നേരത്തെ കാണിച്ചില്ല, കടൽ പായൽ കേട്ടോ. ഓക്കെ, അപ്പൊ ഹൈപ്പർ ടെൻഷൻ അതായത് ബ്ലഡ് പ്രഷർ കുറയ്ക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ സ്ട്രെസ് കറക്റ്റ് ആക്കാനും രക്തചംക്രമണം സുഗമമാക്കുന്നു, ബ്ലഡ് ഫ്ലോ കറക്റ്റ് ആക്കുന്നു. അതിലൂടെ നമ്മൾ ഹാർട്ടിനൊക്കെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കാൻ ഈ പ്രൊഡക്റ്റും സഹായിക്കുന്നു. ഓക്കെ, നമ്മളിത് ഉപയോഗിക്കേണ്ട രീതി എങ്ങനെയെന്ന് വെച്ചാൽ 3 മാസം വരെ നമ്മൾ 2 ക്യാപ്സൂൾ വെച്ച് ദിവസം കഴിക്കണം.
3 മാസം കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ക്യാപ്സൂൾക്ക് ചുരുക്കാം. ഒരുവിധം ആൾക്കാർക്കൊക്കെ ചിലപ്പോൾ അപ്പോഴേക്കും നല്ല റിസൾട്ട് കിട്ടി ചിലപ്പോൾ സ്റ്റോപ്പ് ചെയ്യാൻ സാധിച്ചിരിക്കാം. ഓക്കെ, അങ്ങനെ അല്ലെങ്കിൽ തന്നെ നമുക്ക് അടുത്ത മാസം ഒരു ക്യാപ്സൂൾ മാത്രം ഉപയോഗിച്ചു അടുത്ത 2-3 മാസത്തോടെ നമുക്ക് 100% നമുക്ക് ഫുൾ എനർജിയിലേക്കും ഹാപ്പിനെസ്സിലേക്കും വരാൻ പറ്റും. ടെൻഷൻ ഫ്രീ ലൈഫിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു സൂപ്പർ പ്രൊഡക്റ്റ്. ഓക്കെ, ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട പ്രൊഡക്റ്റ് ആണ് ആർത്രൈറ്റ് റിലീഫ്. ആർത്രൈറ്റ് സന്ധിവേദന അല്ലെ, ജോയിന്റുകളിൽ വേദന. ഇന്ന് ഒട്ടുമിക്ക ആൾക്കാരും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണല്ലേ നമ്മുടെ ഈ ജോയിന്റുകളിൽ വരുന്ന പ്രശ്നം. അതിനും ഇവിടെ നമ്മുടെ CMFRIയിലൂടെ നമ്മുടെ ഗ്രോമാർട്ട് നമ്മുടെ മുന്നിൽ അതിന് രക്ഷകനായിട്ട് വന്നു ചേർന്നിരിക്കുകയാണ്. അപ്പൊ എന്താണ് ആർത്രൈറ്റ് റിലീഫ്? നമുക്ക് അതിനെക്കുറിച്ച് ന്യൂസ് നമുക്ക് നോക്കാം. ഇത് നിർമ്മിച്ചിട്ടുള്ളത്, അതായത് ഈ ആർത്രൈറ്റ് നിർമ്മിച്ചിട്ടുള്ള ഗ്രീൻ ആൽഗൽ എക്സ്ട്രാക്ട് എന്ന് പറയും. ഗിൽ ആൽഗൽ എക്സ്ട്രാക്ട് എന്ന് പറഞ്ഞാൽ അത് കടൽ പായലുകളിൽ നിന്നും എടുക്കുന്നത് തന്നെയാണ്. ഓക്കെ, ഞാൻ ഒരു വീഡിയോ കാണിച്ചു തരാം, അത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഓക്കെ, ഇത് നമ്മുടെ കടൽ മീൻ വിഭാഗത്തിൽ നമ്മുടെ CMFRI നിർമ്മിച്ചിട്ടുള്ളതാണ് ഈ സന്ധിവേദനയ്ക്കുള്ളത്. അതായത് നമ്മുടെ ജോയിന്റുകളിൽ വരുന്ന പ്രശ്നങ്ങളെല്ലാം നമ്മൾ ആ ജോയിന്റിൽ വരുന്നത് സത്യം പറഞ്ഞാൽ നമ്മൾ കുറെ അലോപ്പതി മരുന്നുകളൊക്കെ കഴിക്കും. അതിലൊക്കെ നമുക്ക് ഗ്ലൂക്കോസ് സൾഫേറ്റുകൾ ആർട്ടിഫിഷ്യലാണ് അടങ്ങിയിട്ടുള്ളത്. വേദന മാറ്റുമെന്ന് മാത്രമേ ഉള്ളൂ. കുറെ സ്റ്റൊമക്ക് പ്രശ്നങ്ങൾ സൈഡ് എഫക്റ്റിൽ വരാറുണ്ട്. അതുപോലെ തന്നെ ഒട്ടനവധി ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് വരാറുണ്ട് അല്ലേ. അല്ലേ, സ്റ്റൊമക്കിൽ വരുന്ന ബ്ലീഡിങ്, അല്ല ഹൃദയത്തിന് പ്രശ്നങ്ങൾ വരാറുണ്ട്, കിഡ്നിക്ക് പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട് സൈഡ് എഫക്ട് മുഖേന. എന്നാൽ ഇതിൽ നിന്ന് ഒന്നും വരാതെ 100% നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നത് കടൽ പായലുകളിൽ നിന്ന് എടുത്തിട്ടുള്ള ആർത്രൈറ്റ് റിലീഫാണ്. CMFRIയുടെ ഒരു പ്രൊഡക്റ്റ് ആണ് ഇത്. സയന്റിസ്റ്റുകൾ CMFRI സെൻട്രൽ മറൈൻ ഫിഷറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സെൻട്രൽ ഗവൺമെന്റ് സയന്റിസ്റ്റുകൾ അതിവിപുലമായ രീതിയിൽ നമുക്ക് ഡെവലപ്പ് ചെയ്ത പ്രൊഡക്റ്റ് ആണ്. കടൽ പായലുകളിൽ നിന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. Or brown. The CMFRI scientists have selected only those seaweeds which are available in abundance, which also can be cultured. And intensive research led them to perfect capsule ആയിട്ട് നമുക്ക് ഹൈ 400 mg പോലെ ക്യാപ്സൂൾ നമുക്ക് നമ്മുടെ മുന്നിൽ എത്തിച്ചിരിക്കുകയാണ് നമ്മുടെ ഗ്രോമാർട്ട്. ഓക്കെ, അപ്പൊ ഇത് ഇത്തരത്തിലുള്ള ഒട്ടനവധി ആരോഗ്യ പ്രശ്നം നമ്മുടെ CMFRI ഇത് ഇന്ത്യ ഒട്ടാകെ ഉള്ളൊരു പ്രൊഡക്റ്റ് ആണ്. നമ്മൾ മാത്രമല്ല കഴിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് കണ്ടേ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ജോയിന്റിൽ വരുന്ന ഇറിറ്റൻസസ്, ഇൻഫ്ലമേഷൻസ്, ആർത്രൈറ്റിസ്, അങ്ങനെ കുറെ പ്രശ്നങ്ങൾ നമുക്കറിയാം. ഇതിനെല്ലാത്തിനും റിസൾട്ടാണ്. പ്രത്യേകിച്ച് നോക്കൂ, ഇപ്പൊ എക്സാമ്പിൾ ഒരു ജോയിന്റിലെ കാര്യം എടുക്കാം. ഇപ്പൊ നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്നത് നമ്മുടെ ഒരു ജോയിന്റ് ആണ്. ഇപ്പൊ ഹെൽത്തി ജോയിന്റ് ലെഫ്റ്റിൽ കാണുന്നതാണ്, കണ്ടില്ല അവിടെ ആ വെള്ള കാണുന്നത് കാർട്ടിലേജ് ആണ്. 2 എല്ലുകൾ തമ്മിൽ കൂട്ടിമുട്ടാൻ പാടില്ല. ഇപ്പൊ കാൽമുട്ട ആയിക്കോട്ടെ കൈമുട്ടൊക്കെ ആകുമ്പോൾ 2 എല്ലുകൾ തമ്മിൽ കൂട്ടിമുട്ടാൻ പാടില്ല. അതിനു വേണ്ടിയിട്ട് ആ എല്ലുകളുടെ എൻഡില് ആ വെള്ള കൊണ്ട് കവർ, അതാണ് കാർട്ടിലേജ്, തരണാസ്ഥി എന്ന് പറയും. ഓക്കെ, അതിനുശേഷം അതിനകത്ത് ഇതിന്റെ ഫ്ലെക്സിബിലിറ്റി കറക്റ്റാക്കാൻ ഒരു ഫ്ലൂയിഡ് ഉണ്ട്, അതാണ് സൈനോവിയൽ ഫ്ലൂയിഡ് എന്ന് പറയും. അതുപോലെ തന്നെ ഈ 2 ജോയിന്റും 2 എല്ലുകൾ തമ്മിൽ കറക്റ്റ് ആക്കാൻ വേണ്ടി ലിഗ്മെന്റ്, തെറ്റാതിരിക്കാൻ ലിഗ്മെന്റ് ഉണ്ട്, അതിനുള്ളിൽ ഒരു ഫ്ലൂയിഡ് ഉണ്ട്, ടാൻഡൻ മസിലുകൾ ഉണ്ട്, പിന്നെ മുകളിൽ ചർമ്മം. അങ്ങനെ ഒരു വലിയൊരു ഫംഗ്ഷൻ ആണ് നമ്മുടെ ഓരോ ജോയിന്റിലും നടക്കുന്നത് കേട്ടാ. ഇത് കറക്റ്റ് ആക്കി വരണം. അതുപോലെ തന്നെ എല്ലുകൾ പൊടിഞ്ഞു പോയുന്ന ഒരു അവസ്ഥ, പോഷകം ഇല്ലാതെ വരുമ്പോൾ അവസ്ഥയാണ് ഓസ്റ്റിയോപൊറോസിസ്. ഇതിനൊക്കെ നമുക്ക് റിസൾട്ടാണ്. ഞാനൊരു വീഡിയോ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും നോട്ടെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ ശരിക്കും വീഡിയോ കാണുമ്പോൾ നമ്മുടെ മനുഷ്യരീരത്തിന് നമുക്ക് കൂടുതൽ അറിയാൻ പറ്റും. നമ്മുടെ ശരീരത്തില് ഇപ്പൊ കാൽമുട്ടിന്റെ ഒരു ഫംഗ്ഷൻ ആണ് ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു കേട്ടോ. കാൽമുട്ടിന്റെ ഒരു ഫംഗ്ഷൻ ഞാൻ നേരത്തെ പറയല്ലേ, കാൽമുട്ടിന്റെ ഒരു ഏകദേശ രൂപമാണ് ഇതിട്ടാ. ഓക്കെ, ഇതിലാ വെളുത്ത് കാണുന്നതൊക്കെ കാർട്ടിലേജ് ആണ്. അതിനിടയിൽ കണ്ടില്ലേ സിനോവിയൽ ഫ്ലൂയിഡ് ഉണ്ട്, അത് ഒരു ഗ്രീസ് പോലെ ഫ്ലെക്സിബിലിറ്റി കറക്റ്റാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോ ഒരു ഹെൽത്തി ജോയിന്റ് ആണ് ഈ കാണിക്കുന്നത്, പ്രശ്നമില്ലാത്തൊരു ജോയിന്റ് ആണ് കാണിക്കുന്നത്. എങ്ങനെയാണ് കാലക്രമേണ ഇത് പ്രശ്നമാവുന്നതാണ് ഈ വീഡിയോ കാണിക്കുന്നത്. ഒരു ദിവസം 2 ദിവസം കൊണ്ടൊന്നും അല്ല, വർഷങ്ങൾ കൊണ്ടാണ് നമ്മുടെ ഓരോ ജോയിന്റിലും പ്രശ്നങ്ങൾ വന്ന് നമുക്ക് ഇൻഫ്ലമേഷൻ വന്ന് നമുക്ക് വേദന അനുഭവപ്പെടുന്നത്. ഇപ്പൊ നോക്ക്, ഇത് ഹെൽത്തി ജോയിന്റ് ആണ്, സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടല്ലേ. നമ്മൾ നടക്കുമ്പോഴുള്ള ആ കാല് നടക്കുമ്പോഴുള്ള ഒരു വർക്കിംഗ് കണ്ടീഷനാണ് ഇപ്പൊ ഈ ആ വീഡിയോയിൽ കാണുന്നത്. ഓക്കെ, അപ്പൊ ഇത്തരത്തില് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. കാർട്ടിലേജ് കറക്റ്റ് ആണ്, കാർട്ടിലേജിലുള്ള സിനോവിയൽ ഫ്ലൂയിഡ് എല്ലാം കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലുകൾക്ക് ബലവുമുണ്ട്.
ഓക്കെ. എന്നാൽ ഇത് കാലക്രമേണ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ പോഷക കുറവ് കൊണ്ട് തന്നെ നമുക്ക് ഈ കാർട്ടിലേജിന് പറ്റിയ പോഷകങ്ങൾ കിട്ടുന്നില്ല. അത്തരത്തിൽ വരുമ്പോൾ പോഷകക്കുറവ് തന്നെ പല പല കുറെ പ്രശ്നങ്ങളുണ്ട് കേട്ടോ. നമ്മുടെ ഭക്ഷണ രീതിയും അങ്ങനെ കുറെ കറക്റ്റ് ആയിട്ടുള്ള ഒരു റെഗുലർ അല്ലാത്തൊരു ലൈഫ് സ്റ്റൈലൊക്കെ നമുക്ക് വരും. അങ്ങനെ നമ്മുടെ എല്ലുകൾക്ക് ഈ കാർട്ടിലേജ് ദ്രവിക്കുന്നു, എല്ലുകൾക്ക് പതുക്കെ പതുക്കെ പ്രശ്നങ്ങൾ വന്നു തുടങ്ങും. ഓക്കെ. അപ്പൊ സിനോവിയൽ ഫ്ലൂയിഡും കാർട്ടിലേജ് ഒക്കെ കറക്റ്റ് ആയിട്ട് ഉണ്ടാവണം. അത് ഇല്ലാതെ വരുമ്പോൾ അതിന് കുറവ് വരുമ്പോഴാണ്, പ്രത്യേകിച്ച് സിനോവിയൽ ഫ്ലൂയിഡിന് കുറവ് വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്നത്. പിന്നെ അമിതവണ്ണമുള്ള ആൾക്കാർക്ക് ഇത് വരും കേട്ടോ. അമിതവണ്ണം കൂടിയാലും ഇതുപോലെ ജോയിന്റ് ലോഡ് താങ്ങാൻ പറ്റാത്ത പ്രശ്നങ്ങളൊക്കെ വരും. ഇത്തരത്തില് കാലിന്റെ കാർട്ടിലേജ് ദ്രവിക്കുന്നു, സിനോവിയൽ ഫ്ലൂയിഡ് കുറയുന്നു, എല്ലുകളെ ബാധിക്കുന്നു, ആ ജോയിന്റില് ഇൻഫ്ലമേഷൻ വന്നു തുടങ്ങും. ഇങ്ങനെ വരുമ്പോഴാണ് നമുക്ക് അവിടെ പെയിൻ വന്നു തുടങ്ങുന്നത്. ക്ലിയർ ആയില്ലേ? അപ്പൊ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു സൂപ്പർ പ്രോഡക്റ്റ് അവിടെ നമുക്ക് കറക്റ്റ് ഈ ആർത്തൈറ്റിസ് റിലീഫിൽ നമുക്ക് എല്ലാ തരത്തിലുള്ള ഒരു ജോയിന്റുകളിലുള്ള നമ്മുടെ എല്ലാ ജോയിന്റുകളിലുമുള്ള ഫങ്ഷൻ കറക്റ്റ് ആക്കാൻ പറ്റുന്ന എല്ലാ പോഷകങ്ങളും നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പൊ ജോയിന്റുകളെ വേദന, ഇപ്പൊ നമുക്കറിയാം ഗ്ലൂക്കോസമിൻ സൾഫേറ്റ് ഒക്കെയാണ് ആർട്ടിഫിഷ്യൽ ആയിട്ട് നമുക്ക് ജോയിന്റുകളിൽ വേദന വരുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. എന്നാൽ ആ ഗ്ലൂക്കോസമിൻ സൾഫേറ്റ് അല്ല, നമുക്ക് നാച്ചുറൽ ആയിട്ട് നമ്മുടെ ഈ ആർത്രൈറ്റിസ് റിലീഫിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മുടെ പെയിൻ കില്ലർ ആണ്, നാച്ചുറൽ ആണ്. ഓക്കെ. അപ്പൊ നമ്മുടെ വേദന കുറയ്ക്കാൻ പറ്റുന്നു, ഫങ്ഷൻ കറക്റ്റ് ആയിട്ട് നമ്മുടെ ഒരു കോഴ്സിലൂടെ നമ്മൾ ആ ജോയിന്റുകളുടെ ഫങ്ഷൻ എല്ലാം നമുക്ക് കറക്റ്റ് ആക്കി എടുക്കാൻ പറ്റുന്നു. നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ മാറുന്നു, എല്ലാ ജോയിന്റുകളുള്ള പ്രശ്നങ്ങൾ നമുക്ക് കറക്റ്റ് ആക്കി എടുക്കാൻ പറ്റുന്നു. അത്രയും നല്ലൊരു സൂപ്പർ പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഗ്രോമാർട്ട് കമ്പനി നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ള ഈ ആർത്രൈറ്റിസ് റിലീഫ്. ഇതും നമ്മളെ കഴിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ദിവസവും 2 എണ്ണം വെച്ച് നമ്മൾ കഴിക്കുക. ഒരു 3 മാസമെങ്കിലും മിനിമം നമ്മൾ കഴിച്ചിരിക്കണം. ശരിക്കും ഒരു കോഴ്സ് എന്ന് പറഞ്ഞാൽ 4 മാസമാണ്, 120 ദിവസമാണ്, ഒരു 3 മണ്ഡലകാലം എന്നൊക്കെ പറയും. 120 ദിവസം. കാരണം വർഷങ്ങൾ കൊണ്ട് വരുന്ന നമ്മുടെ ഇന്നലെ തുടങ്ങിയതല്ല, വർഷങ്ങൾ കൊണ്ട് നമ്മുടെ ജോയിന്റിൽ വരുന്ന പ്രശ്നങ്ങൾ കൊണ്ടാണ് നമ്മൾ ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ ഈ വേദനയിലേക്ക് വല്ല ജോയിന്റിൽ പ്രശ്നമൊക്കെ വരുന്നത്. അതിനെ നമുക്ക് ഒരു കോഴ്സിലൂടെ നമുക്ക് പരിഹരിക്കാൻ പറ്റുള്ളൂ. ഒരു 4 മാസമെങ്കിലും നമ്മൾ കറക്റ്റ് ആയിട്ട് മിനിമം 3 മാസമെങ്കിലും നമ്മൾ രണ്ട് ക്യാപ്സൂൾ വെച്ച് നമ്മൾ കഴിക്കണം. രാവിലെ 1, വൈകുന്നേരം 1, അല്ലെങ്കിൽ ഒരു നേരം 2 എണ്ണം കഴിച്ചാലും കുഴപ്പമില്ല. രാവിലെ 1, വൈകുന്നേരം 1 ആയിരിക്കും മിക്കതും നല്ലാവുക. അത് കഴിക്കുക. അതിനുശേഷം നമ്മൾ ഒരു 2 3 മാസം ഒരു പക്ഷെ ചിലപ്പോൾ ഒരു ക്യാപ്സൂൾ വെച്ചിട്ട് ചിലപ്പോൾ കഴിക്കേണ്ടി വരും. 100% നമുക്ക് വളരെയധികം റിലീഫ് തരുന്ന, റിസൾട്ട് തരുന്ന സൂപ്പർ പ്രോഡക്റ്റ് തന്നെയാണ് നമ്മളുടെ ഈ പറയുന്ന ആർത്രൈറ്റ് റിലീഫ്. ഓക്കെ. അപ്പൊ ഇത് കറക്റ്റായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു പ്രോഡക്റ്റിലേക്ക് നമുക്ക് പോകാം. ഓക്കെ. അടുത്തൊരു പ്രോഡക്റ്റ് അസിഡിറ്റി റിലീഫ് എന്ന് പറയും. അസിഡിറ്റി റിലീഫ് അല്ലെ, ഇന്ന് ഒരുവിധം ആൾക്കാർക്കൊക്കെ ഉള്ള പ്രശ്നമാണല്ലേ ഈ വയറ് സംബന്ധമായ പ്രശ്നങ്ങൾ, ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ എല്ലാം ഇന്ന് പല വ്യക്തികളും ഇന്ന് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ, അതിനൊരു സൂപ്പർ പരിഹാരമാണ് നമ്മുടെ അസിഡിറ്റി റിലീഫ്. ഓക്കെ. അസിഡിറ്റി റിലീഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് നമ്മുടെ ഇപ്പോ ഈ ആമാശയം സ്ട്രെങ്തൻ ചെയ്യുന്നു, കുടലുകളുടെ ഫങ്ഷൻ കറക്റ്റ് ആക്കുന്നു. അതിലൂടെ നമുക്ക് മലബന്ധം, അതുപോലെ തന്നെ ചോദനക്കുറവ്, ഇതിനെല്ലാത്തിനും നമുക്ക് റിസൾട്ടാണ്. നോക്കൂ, നമ്മുടെ ഈ ചിത്രത്തിൽ കാണുന്നത് നമ്മളെ ശരീരത്തിന്റെ ഘടനയാണ്, കണ്ടില്ലേ? അപ്പൊ നമ്മളെ ശരീരം അവിടെ കണ്ടില്ലേ, റൈറ്റ് സൈഡിൽ കാണുന്നത് അതാണ് ആമാശയം. അപ്പൊ ആമാശയത്തിൽ വരുന്ന വേരിയേഷൻസ് ആണ് നമുക്ക് ഈ നെഞ്ചരിച്ചിലും പുളിച്ചു തേട്ടിലൊക്കെ വരാൻ കാരണം. ഞാനൊരു വീഡിയോ ഇട്ടുകൊണ്ട് നിങ്ങൾക്ക് അതിന് ഡീറ്റെയിൽസ് തരാം കേട്ടോ. അപ്പൊ നമ്മുടെ നെഞ്ചരിച്ചില് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാൻ കാരണമാണ് ഈ കാണിക്കുന്നത്. ഈ ചിത്രത്തിൽ കാണുന്ന ആ മുകളിലേക്കുള്ള ട്യൂബില് അത് ഇസോഫാഗസ് എന്ന് പറയും. അതായത് നമ്മുടെ അന്നനാളം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അല്ലേ, കഴിക്കുന്ന ഭക്ഷണം ഈ അന്നനാളത്തിലോ താഴെ വന്ന ആമാശയത്തിലേക്ക് പതിക്കുന്നത്. ആമാശയത്തിൽ 70% വെള്ളമാണ്, ഡൈജസ്റ്റീവ് ജ്യൂസ് ആണ്. നോക്കൂ, അപ്പൊ ഇവിടെ ഹൈഡ്രോക്ലോറിക് ആസിഡ് നമ്മുടെ ഭക്ഷണം മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്പിങ്ക്ടർ എന്ന് പറഞ്ഞിട്ട് ഈ ആ കാണിക്കുന്നുണ്ട്, സ്പിങ്ക്ടർ ഈ ആമാശയം തൊട്ട് മുകളില് അവിടെ അതൊരു ഫിംഗർ ഒരു മസിലിന്റെ ടച്ച് ആണ്. ഭക്ഷണം താഴേക്ക് വന്ന് ആമാശയം കടന്നു കഴിഞ്ഞാൽ ആ ഫിംഗർ ക്ലോസ് ആവും. ക്ലോസ് ആവണം.
എങ്കില് ഇവിടെ ഈ ഡൈജസ്റ്റീവ് ജ്യൂസും ഹൈഡ്രോക്ലോറിക് ആസിഡും ഒക്കെ ആയിട്ട് മിക്സ് ചെയ്തിട്ടുള്ള ഭക്ഷണം ദഹിക്കുന്ന സമയത്ത് അത് മുകളിലേക്ക് കയറാതെ ആവുള്ളൂ. എന്നാൽ നമുക്ക് ചില പോഷകങ്ങളുടെ കുറവ് കൊണ്ട് നമുക്ക് അത് മുകളിലേക്ക് ആ ഫിംഗറിന്റെ ആ മറ്റേ ഫ്ലെക്സിബിലിറ്റി പോകുന്നു, മസിലിന്റെ സ്ട്രെങ്തൻ പോകുന്നു, അത് ഓപ്പൺ ആയിരിക്കുന്നു, നേരെ തിരിച്ച് മുകളിലേക്ക് തന്നെ ഈ നമ്മുടെ ഈ ഡൈജസ്റ്റീവ് ജ്യൂസ് മുകളിലേക്ക് കയറി പോവാണ്. അപ്പൊ ഈ ആസിഡ് അടക്കം ഇങ്ങനെ നേരെ ഇസോഫാഗസിലേക്ക് കയറുമ്പോൾ നെഞ്ചിന്റെ ഫ്രണ്ടിലാണ് ഇരിക്കുന്നത്. അപ്പൊ ആ സമയം ആ നെഞ്ചിൻ കൂടിനകത്ത് നമുക്കൊരു വേദന, ഒരു നെഞ്ചരിച്ചിൽ വരുന്ന പറയില്ല, അതാണ് ഹാർട്ട് ബേൺ. അത് വരുന്നത് ഇങ്ങനെയാണ്. ഇനി ഇത് കൂടാതെ തന്നെ ഈ പറയുന്ന മുകളിലേക്ക് നമ്മുടെ ആമാശയത്തിൽ മുകളിലേക്ക് ഒരിക്കലും കയറാൻ പാടില്ല. അങ്ങനെ മുകളിലേക്ക് കയറുന്ന സമയത്ത് ഇത് അധികമായാൽ ഈ കഴുത്തിന്റെ അവിടേക്ക് എത്തും. കഴുത്തിന്റെ അവിടെ നമുക്കറിയാം അന്നനാളമുണ്ട്, ശ്വാസനാളമൊക്കെ ഉണ്ട്. നമ്മൾ മൂക്കടഞ്ഞാൽ നമ്മൾ വായിലൂടെ ശ്വസിക്കാറുണ്ട് അല്ലേ? വായിലൂടെ ശ്വസിച്ചാലും അത് ആ വായു ലങ്സിലെത്തും. കാരണം ഇവിടത്തെ കണക്ഷൻസ് നേരെ അന്നനാളം മറ്റേ ക്ലോസ് ചെയ്തിട്ട് നേരെ ശ്വാസകോശത്തിരിക്കുന്ന വായിന്ന് വരുന്ന മറ്റേ വായിലൂടെ ശ്വസിക്കുന്ന വായുവിലേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട്. പക്ഷെ ഈ പുളിച്ചു തെകിട്ടി മുകളിലേക്ക് വരുന്ന സമയത്ത് ഇത് അന്നനാളത്തിലൂടെ കയറി വന്ന് ഇസോഫാഗസിലൂടെ കയറി വന്ന് ശ്വാസനാളിയിലേക്ക് ടച്ച് ആവും. ശ്വാസനാളിക്ക് ടച്ച് ആയി കഴിഞ്ഞാൽ ശ്വാസകോശത്തിലേക്ക് ചെല്ലും. ശ്വാസകോശത്തിൽ ചെന്നാൽ ശ്വാസകോശത്തിന് കംപ്ലൈന്റ് വരും. അപ്പോൾ നമുക്ക് ന്യൂമോണിയ പോലെയുള്ള ഡേഞ്ചർ സിറ്റുവേഷൻ വരും. വളരെ ഡേഞ്ചർ സിറ്റുവേഷനിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കും. അപ്പം സത്യം പറഞ്ഞാൽ ഈ നെഞ്ചരിച്ചിൽ പുളിച്ചു തേട്ടിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരികയാണെങ്കിൽ അത് 100% നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓക്കെ. ഇനി അതുകൂടാതെ അസിഡിറ്റി പ്രശ്നം, പിന്നെ അൾസർ എന്നൊരു ഡേഞ്ചർ സിറ്റുവേഷൻ കൂടി ഉണ്ട് കേട്ടോ. നമുക്ക് നമ്മുടെ ആമാശയത്തിൽ പുണ്ണ് വരില്ല, കുടൽ പുണ്ണ്, ആമാശയ പുണ്ണ് എന്നൊക്കെ പറയല്ലേ, അൾസർ, അത് വരാനും ഒരു കാരണമുണ്ട്. അതിനെപ്പറ്റി നമുക്കൊരു വീഡിയോ ഇട്ടിട്ട് ഞാൻ വിശദീകരിച്ചു തരാം. നമ്മുടെ പ്രൊഡക്റ്റ് അതിനു കൂടിയാണ് ഉത്തമമാണ്. ഒരു വീഡിയോ കൂടി ഞാൻ ഇടാം. ഓക്കെ. ഇത് നമ്മുടെ ആമാശയമാണ് ആ വീഡിയോയിൽ കാണുന്നത്. ആമാശയം കണ്ടില്ലേ? ആമാശയത്തില് ആ കാണുന്നതൊക്കെ ഡൈജസ്റ്റീവ് ജ്യൂസാണ്. കാണാം, നമ്മുടെ ഭക്ഷണം വന്ന് മുകളിൽ നിന്ന് ഈസോഫാഗസ് വഴി നമ്മുടെ ആമാശയത്തിലേക്ക് ചാടുന്നുണ്ട്. ഇവിടെ കണ്ട, ഇവിടെ നമുക്ക് നമ്മുടെ സ്റ്റൊമക്കിന് ആമാശയത്തിന് ബലൂൺ പോലെയാണ്. ആമാശയത്തിന്റെ സൈഡില് 3 ലെയർ ഉണ്ട്, മ്യൂക്കസ് എന്ന് പറയും. അവിടുന്നാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒക്കെ ചുരത്തുന്നത്. ഓക്കെ. പക്ഷെ നമ്മുടെ ആമാശയത്തില് എച്ച് പൈലോറി ഒരു ബാക്ടീരിയ ഉണ്ട്, ഹെലിക്കോബാക്ടർ ഫൈലോറി എന്ന് പറയാം. ഈ ബാക്ടീരിയ അമോണിയ നിർമ്മിച്ച് ആൽക്കലൈനിൽ ജീവിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ സ്റ്റൊമക്കില് എത്ര അഗ്നി കത്തുകയാണെങ്കിലും അത് ജീവിക്കും. ഇപ്പൊ ഹൈഡ്രോക്ലോറിക് ആസിഡും സ്റ്റൊമക് ആസിഡും ഒക്കെ നമ്മുടെ മ്യൂക്കസിൽ വരുന്ന സമയത്ത് അവിടെ ചെന്ന് ഈ എച്ച് പൈലോറി ബാക്ടീരിയ കുത്തി അവിടെ വ്രണം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ നോക്കും, നമ്മുടെ ആമാശയത്തിൽ പുണ്ണുണ്ടാവും. അവിടെ ഹൈഡ്രോക്ലോറിക് ആസിഡ് ടച്ച് സമയത്ത് അവിടെ അത് പുണ്ണ് വലുതാവുന്നു. അതാണ് അൾസർ എന്ന് പറയുന്നത്. ഓക്കെ. ഇത് കൂടിക്കഴിഞ്ഞാൽ, ഈ എച്ച് പൈലോറി കൂടിക്കഴിഞ്ഞാൽ അത് കുടലിലേക്കും വരും. അതാണ് അൾസറിലും സ്റ്റൊമക്ക് അൾസർ, കുടൽ പുണ്ണൊക്കെ പറയുന്നത് കേട്ടോ. അത് വന്നാൽ നമുക്ക് വളരെയധികം വേദന അനുഭവിക്കുന്ന ഒരു അവസ്ഥ. ഓക്കെ. അപ്പൊ ഇത്തരം സിറ്റുവേഷൻ വരുത്താൻ കാരണം ഈ എച്ച് പൈലോറി ബാക്ടീരിയയാണ്, ഹെലിക്കോബാക്ടർ ഫൈലോറി ബാക്ടീരിയയാണ്. അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ്, നമ്മുടെ അമേസിംഗ് പ്രോഡക്റ്റ് ആയിട്ടുള്ള അസിഡിറ്റി റിലീഫ് ഇതിന്റെ എല്ലാം ഫലപ്രദമാണ്. നോക്കൂ, അസിഡിറ്റി, അതായത് അസിഡിറ്റി, അൾസർ എന്നിവയ്ക്ക് വളരെ ഫലപ്രദമാണ് നമ്മുടെ ഈ പറയുന്ന അസിഡിറ്റി റിലീഫ് പ്രോഡക്റ്റ്. ശോധന പ്രക്രിയ സുഗമമാക്കുന്നു. കൊളസ്ട്രോൾ, നെഞ്ചിരിച്ചൽ, ഗ്യാസ് ട്രബിൾ, പുളിച്ചു തികട്ടൽ എന്നിവയ്ക്കൊക്കെ വളരെ ഫലപ്രദമാണ് നമ്മളുടെ ഈ പറയുന്ന അസിഡിറ്റി റിലീഫ്. ഇരട്ടി മധുരം, പുതിന, ചിറ്റമൃത്, ഇഞ്ചി, കരിഞ്ചീരകം, പെരുംജീരകം, ഇങ്ങനെ പ്രധാനപ്പെട്ട കീ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, വേറെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ട്. അങ്ങനെ നാം നിർമ്മിച്ചൊരു വലിയൊരു കോമ്പിനേഷനാണ് നമ്മുടെ അസിഡിറ്റി റിലീഫ്. ഇത് കഴിക്കേണ്ട രീതി എങ്ങനെയെന്ന് വെച്ചാൽ, നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് 20 മിനിറ്റ് മുമ്പ്, ഇതൊരു ടാബ്ലറ്റ് ആണ്, നമ്മളെ ക്യാപ്സുൽ ടാബ്ലറ്റ് ആണ്, ഇത് നമ്മൾ നാക്കിൽ വെച്ചു കൊടുത്താൽ മതി. ഭക്ഷണം കഴിക്കുന്നതിന് 20 മിനിറ്റ് മുമ്പ് നാക്കിൽ വെച്ചു കൊടുത്തത് അലിയിച്ചിറക്കണം.
നാട്ടിൽ നുണഞ്ഞ് അലിയിച്ചിറക്കി വിടണം. ഓക്കെ, 20 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇത് നമ്മുടെ സ്റ്റൊമക്ക് കറക്റ്റ് ആക്കിയിട്ടുണ്ടാവും. പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ സ്റ്റൊമക്ക് ജ്യൂസ്, ഹൈഡ്രോക്ലോറിക് ആസിഡും മറ്റേ ഈ പാങ്ക്രിയാസ് എന്നൊരു രസം വരുന്നുണ്ട്, ദഹനരസം, അതും അതുപോലെ തന്നെ അതുപോലെ തന്നെ ലിവർ ഒരു രസം പുറപ്പെടുന്നുണ്ട്, പിത്തരസം എന്ന് പറയും. ഓക്കെ, ഇതിനെല്ലാത്തിനും കറക്റ്റ് ആക്കാൻ പറ്റുന്ന നമ്മുടെ പ്രൊഡക്റ്റ് ആണ് ഈ പറയുന്ന അസിഡിറ്റി റിലീഫ്. ഓക്കെ, ഇപ്പോൾ ഹൈഡ്രോക്ലോറിക് ആസിഡ് തന്നെ കറക്റ്റായി നമ്മുടെ സ്റ്റൊമക്ക് ആസിഡിന്റെ വേരിയേഷൻ കറക്റ്റായി. അങ്ങനെ നമുക്ക് 100% നമ്മുടെ സ്റ്റൊമക്കിനെ കറക്റ്റ് ആക്കാനും ഗട്ട് ഹെൽത്ത്, കുടൽ പ്രശ്നങ്ങൾ പരിഹരിക്കാനും എല്ലാത്തിനും ഈ പറയുന്ന പുളിച്ചുതകട്ടിലും നെഞ്ചരിച്ചിലൊക്കെ നമുക്ക് ഗുഡ് ബൈ പറയാം. അത്ര സൂപ്പർ ഒരു പ്രോഡക്റ്റ് ആണ്. കുടൽ പുണ്ണുണ്ടാക്കുന്ന H. പൈലോറിനെ എലിമിനേറ്റ് ചെയ്ത് കളയും. കണ്ടില്ലേ, ആ ചിത്രത്തിൽ കാണിച്ചു കണ്ടിട്ടില്ലേ? കുടൽ പുണ്ണുണ്ടാക്കുന്ന H. പൈലോറി നമ്മുടെ ലാസ്റ്റ് സെക്ഷൻ എഴുതിയുണ്ട്, എലിമിനേറ്റ് ഹെലിക്കോബാക്ടർ ഫൈലോറി ബാക്ടീരിയ. ഓക്കെ, പിന്നെ മാത്രമല്ല ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ഹൃദയത്തിനും എല്ലാത്തിനും, ഹൃദയത്തിലെ ആർട്ടറീസിനും വെയിൻസിനും ഒക്കെ ഹെൽത്തിയായിട്ട് തരുന്നു. ഹാർട്ട് പ്രൊട്ടക്ട് ചെയ്യുന്നു. അങ്ങനെ ഒട്ടനവധി ആരോഗ്യ ഗുണങ്ങൾ നമ്മുടെ അസിഡിറ്റി റിലീഫിനുണ്ട്. ഓക്കെ, അപ്പോൾ 4 പ്രധാനപ്പെട്ട പ്രോഡക്റ്റ് നമ്മൾ പരിചയപ്പെട്ടു. ഒന്നിനൊന്ന് എല്ലാ പ്രോഡക്റ്റും മെച്ചമാണ് നമുക്ക് മനസ്സിലായി. നമ്മൾക്ക് ഇത് മനസ്സിലാക്കിയപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എല്ലാ പ്രോഡക്റ്റും നമുക്ക് ആവശ്യമുള്ളതാണ്. നമുക്ക് ഒരു ചിന്ത വന്നിട്ടുണ്ടാവും. ശരിയല്ലേ? എല്ലാ പ്രോഡക്റ്റും നമുക്ക് ആവശ്യമുള്ളത് തന്നെയാണ്. നിങ്ങൾ 1 by 1 നമ്മുടെ ഹെൽത്ത് കറക്റ്റ് ആണെങ്കിൽ നമുക്ക് പിന്നെ വെൽത്ത് ഉണ്ടാക്കാം, ഹാപ്പിനെസ് ഒക്കെ നമുക്ക് കൊണ്ടുവരാം. ആരോഗ്യമാണ് സമ്പത്ത് എന്ന് പറയും അല്ലേ? അപ്പൊ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് 100% നാച്ചുറൽ ആയിട്ട് നമ്മുടെ ഗ്രോമാർട്ട് മർക്കന്റൈൽ കമ്പനി നമ്മുടെ മുന്നിൽ എത്തിച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ പ്രോഡക്റ്റ്, ഈ 4 പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു. ഇനി ഇതിലൂടെ ഈ പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങി ഉപയോഗിക്കുന്നു, റിസൾട്ട് കിട്ടി എന്ത് ചെയ്യാം? നമുക്ക് റെക്കമെൻഡേഷൻ ഹാബിറ്റ് ഉള്ള ആൾക്കാരനെ നമുക്ക് റെക്കമെൻഡ് ചെയ്യാം. ഗ്രോമാർട്ട് കമ്പനി മൾട്ടി പോയിന്റ് മർക്കന്റൈൽ സിസ്റ്റത്തിൽ പ്രവർത്തിക്കുന്ന, എല്ലാ ലീഗാലിറ്റിയും കീപ്പ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു നമ്പർ 1 കമ്പനിയാണ് നമ്മുടെ ഗ്രോമാർട്ട് മർക്കന്റൈൽ. അപ്പൊ ഈ കമ്പനിയുടെ ഭാഗമായിട്ട് നമ്മളിലൂടെ മറ്റുള്ള വ്യക്തികൾക്കും ഈ ഉൽപ്പന്നത്തിന്റെ കൊടുത്ത് അവർക്കും ആരോഗ്യം സംരക്ഷിക്കാൻ, അവരുടെ ആരോഗ്യം നമ്മൾ സംരക്ഷിക്കുക. നമ്മൾ ഫൈനാൻഷ്യലായിട്ട് നമുക്ക് ഉയരാനുള്ള എല്ലാ ഓപ്ഷനും നമ്മുടെ കമ്പനി നമ്മുടെ മുന്നിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള ഒരു നല്ല ഒരു പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ വന്നു ചേർന്നിട്ടുള്ളത്. എന്തായാലും ശരി, ഈ ഉൽപ്പന്നങ്ങൾ കൊണ്ട് നമുക്ക് എല്ലാവർക്കും 100% റിസൾട്ട്, 100% ഗ്യാരണ്ടി പറയുന്നു. നമ്മൾ അതിലൂടെ ഹെൽത്ത്, വെൽത്ത്, ഹാപ്പിനെസ്, ഇത് 3 നമുക്ക് ഗ്രോമാർട്ടിലൂടെ നേടി നമുക്ക് വലിയൊരു വിജയം, വലിയൊരു സാമ്പത്തിക വിജയവും ആരോഗ്യപരമായിട്ടൊരു വിജയവും നമുക്ക് നേടാൻ സാധിക്കും. എല്ലാവർക്കും അത്തരത്തിൽ നേടാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സെക്ഷൻ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഓൾ ദി ബെസ്റ്റ്. ജയ് ഗ്രോമാർട്ട്.